എന്തൊക്കെയുണ്ട് സുഖല്ലേ? അപ്പോഴേ ഞാൻ കുറച്ചു ദിവസം മുന്നേ ഒരു പോൾ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഒട്ടും എക്സ്പെക്ടേഷൻസ് ഇല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ആ സമയമുണ്ടായ മാനസിക സമ്മർദ്ദങ്ങളും തെറ്റിദ്ധാരണകളും കാരണം ഞങ്ങൾ എടുത്ത ചില തീരുമാനങ്ങളും പറഞ്ഞ കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും ആശങ്കയും നിരാശയും ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കുടുംബാംഗങ്ങളുടെ ഇടപെടലിലൂടെ ഞങ്ങൾ ഇരുവരും സമാധാനത്തോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പളേ പറഞ്ഞതാണ് ഇത് നാടകമാണ്, ഇത് നാടകമാണെന്ന്. കേട്ടില്ല? നമ്മളാരും കേട്ടില്ല? എന്താ സംഭവം അറിയോ? മല്ലു ഫാമിലിയിലെ സുജിനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇപ്പൊ വീണ്ടും അവർ തമ്മിലുള്ള ചകടകൾ എല്ലാം വേർപിരിഞ്ഞ് ഒന്നിച്ച് കൈകോർത്ത് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാം അവർ പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയിരിക്കുന്നു. ഇത് എന്താ സംഭവം അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു രത്നച്ചുരുക്കം പറഞ്ഞുതരാം. ഈ മല്ലു ഫാമിലി സുജിൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഭാര്യയ്ക്ക് അവിഹിതം എന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചു പോകാൻ പറ്റില്ല, ഞങ്ങൾ വേർപിരിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇവർ തമ്മിൽ ഇടുകയും ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ പരസ്പര സമ്മതത്തോടെ ഞങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വേർപിരിയാന്ന് സാധനം പറഞ്ഞിരുന്നു. അന്നേ നമ്മൾ ചോദിച്ചു, നിയമപരമായി വേർപിരിഞ്ഞോ അതോ ചുമ്മാ മാറി താമസിക്കുകയാണോ, ഇത് റീച്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്നൊക്കെ ഒത്തിരി ആൾക്കാർ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. സുജിന്റെ അമ്മയെ കുറിച്ച് എന്തോ ആരോ കമന്റ് ചെയ്തു, അത് അവള് നിലനിർത്തിയത്, അവൾ എന്തൊരു പരിപാടി, അത് കൊച്ചിനെ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങളുണ്ടായി. കൊച്ചിനെ കാണിക്കുന്നില്ലെന്നല്ലോ, കൊച്ചിനെ വെച്ച് ഇമോഷൻ ഉണ്ടാക്കുന്ന ഡ്രാമ ഉണ്ടാക്കി, എന്തൊക്കെയോ പുല്ലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സകല പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിച്ച് കോംപ്രമൈസ് ചെയ്തു, ഞങ്ങളെല്ലാം ഒന്നായി ഒറ്റക്കെട്ടായി. നീയൊക്കെ ഏറാന്നൊക്കെ ഇതൊരു സാധനത്തിലേക്ക് പോയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ മല്ലു ഫാമിലി സുജിൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഇട്ട പോസ്റ്റർ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? നിതാ സതീശൻ, NIDH, നിതാ സതീശൻ. നമുക്ക് ആ പോസ്റ്റിന്റെ ബാക്കി വായിക്കാം. നമ്മൾ ആദ്യമായിട്ടാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഹൈപ്പ് ചെയ്തേക്ക്, വീഡിയോ ലൈക്ക് ചെയ്തേക്ക്. ഞാൻ പറയാത്ത നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും ഒരു കമന്റ് ഇടുക, എന്നാൽ ഈ വീഡിയോക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കണം. എന്തെങ്കിലും ഒരു കമന്റ് ഇടാം, ആവേശം കാണിക്കും നിങ്ങൾ. നമുക്ക് ബാക്കി വായിക്കാം. എവിടെ വരെയായിരുന്നു പറഞ്ഞേ? സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. മുമ്പ് ഉണ്ടാക്കിയ ചില സംഭവങ്ങളെ തുടർന്ന് അത് വെറും കണ്ടന്റ് ആണെങ്കിൽ റിവെഞ്ച് നേടാനുള്ള ശ്രമമാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ സംഭവം അങ്ങനെ ഒന്നുമല്ല. അന്നത്തെ മാനസികാവസ്ഥയിൽ എടുത്ത വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അത്. ഓക്കെ, ബാക്കി. സ്വകാര്യ പ്രശ്നങ്ങൾ പൊതുവേദിയിൽ പങ്കുവെച്ചത് പലർക്കും തെറ്റായ സന്ദേശം നൽകാൻ ഇടയായിരിക്കാം. തെറ്റായ സന്ദേശം തന്നെയാണത്, യാതൊരു തർക്കമില്ല. തെറ്റായ സന്ദേശം തന്നെയാണ് നിങ്ങൾ ഇത് വിട്ടത്. കാരണം നിങ്ങൾ ഒരുപാട് സബ്സ്ക്രൈബർ കൗണ്ട് ഉള്ള ഒരു ചാനലാണ്, ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം പേജാണ് നിങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഇൻസ്പിറേഷൻ ആക്കി എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരാള് വിവാഹ ബന്ധം വേർപിരിഞ്ഞ് ട്രിപ്പ് വൈബ് എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പൊ ഇത് കണ്ടിട്ട് മറ്റൊരാള്, അതേ കുടുംബത്തിലുള്ള മറ്റൊരാള്, അവള് കണ്ടോ ഡിവോഴ്സ് ആയപ്പോഴത്തേക്കും അർമാദിക്കുക, ഐ വാണ്ട് ഡ്രൈവ് വാഷ് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പല ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സംഭവം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, ഈ മല്ലു ഫാമിലിയിലെ സുജിനും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള നിധിയും ഒരുപാട് കോളുകളൊക്കെ സൃഷ്ടിച്ച് വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഓട്ടോ ഓടിച്ചു നടന്നിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിന്റെ പേര് ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ പെൺകുട്ടി വേണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ തരംഗം സൃഷ്ടിച്ച് കോളുകളൊക്കെ സൃഷ്ടിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. നിങ്ങൾക്ക് പിരിയാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ ഒന്നിച്ചതിനോട് എനിക്ക് വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. ബാക്കി വായിച്ചിട്ട് ഞാൻ പറയാം. അതിനെ ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇതിനകത്ത് എനിക്ക് ഇവരെ തെറ്റു പറയാൻ പറ്റില്ല കേട്ടോ. ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാ സാധനങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡെയിലി ബ്ലോഗർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ബ്ലോഗർ, ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടണം, അവനെ നാറ്റിക്കണം, അവന് തകർക്കണം, ഇത് വീഡിയോ ഇടണം. ഈ ഒരു ചിന്താഗതിയാണ് വരുന്നത്. പല വിഷയങ്ങൾ നോക്കിയാൽ നമുക്കിത് കാണാൻ സാധിക്കും. ആദ്യം നമ്മുടെ പ്രവീൺ പുള്ളിയുടെ പേര് പറഞ്ഞില്ല, പ്രണവ് പ്രവീൺ. ഇവരുടെ വിഷയത്തിലും ഇവർക്ക് ഈ കുടുംബത്തിൽ നിന്ന് തല്ലുണ്ടായ സമയത്ത് ആദ്യം ഇവർ വീഡിയോ എടുത്ത് വെക്ക് ചിത്രീകരിച്ച് വെക്കലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ അത് കിട്ടുന്ന വീഡിയോ എടുത്ത് വെക്കും. അപ്പൊ പിന്നെ നമ്മൾ ചിന്തിക്കുന്ന സാധനം
ശരിക്കും അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ എല്ലാം പെട്ടെന്ന് ചിത്രീകരിച്ച് വെക്കണം, പ്രൂഫ് ആക്കി വെക്കണം എന്നാണ് ചിന്തിക്കുന്നത്. രണ്ടാമത് വരികയാണെങ്കിൽ പ്രശ്നേഷന്റെ വിഷയത്തിൽ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സ്ഥാനത്ത് പുള്ളിക്കാരനെല്ലാം വീഡിയോ ചിത്രീകരിച്ച് പ്രൂഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ബ്രെയിൻ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് റെക്കോർഡ് ചെയ്യുക, ജനങ്ങളിലേക്ക് അറിയുക, അവനെ താറുമാറാക്കുക. അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒന്നും അല്ല, സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ എടുത്ത ഒരാളല്ല. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നു, ഭാര്യയുടെ സൈഡിൽ നിന്ന് കുറെ പ്രശ്നം ഉണ്ടാകുന്നു, ഭർത്താവിന്റെ സൈഡിൽ നിന്ന് കുറെ പ്രശ്നം ഉണ്ടാകുന്നു, നമ്മൾ എന്തെങ്കിലും അവനോടുള്ള അരിശം എങ്ങനെയാണ് തീർക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഇത് തീർത്താണ് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ ഞങ്ങളെ പിന്തുണച്ചും വിശ്വസിച്ചും കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഹൃദയങ്ങൾക്കും നിറഞ്ഞ നന്ദി. മുന്നോട്ട് നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്തുണയും സ്നേഹവും ഒക്കെ തരാം, പക്ഷെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരാം. ഒരു കുടുംബം ആകുമ്പോൾ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ചില സമയം വേർപിരിയണമെന്ന് തോന്നും, ഡൈവോഴ്സ് ആവണമെന്ന് തോന്നും, വേറെ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും, വേറെ സ്ത്രീകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ തലച്ചോറ് വെച്ച് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഇതിനെ കുളവാക്കി വധവാക്കി നശിപ്പിച്ച് ഇതാണോ നിങ്ങൾ കൊടുക്കുന്ന ഒരു മാതൃക? അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവര് വേർപിരിഞ്ഞില്ല, ഇവര് ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിപ്പോ മല്ലു ഫാമിലി സുജിനുമായിട്ട് കൊളാബിട്ടിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് നാളുകൾക്ക് മുമ്പേ സുജിൻ ഇട്ട ഒരു സാധനം ഞാൻ കാണിക്കാം. ആ സമയത്താണ് എനിക്ക് ഇതിനകത്തൊരു അത് അങ്ങനെ ഉണ്ടോ, ഞാനത് പറഞ്ഞിരുന്നു. ഇത് അഭിനയമാണ്, ഇത് ഓസ്കാർ കൊടുക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏതായാലും സുജിൻ അന്ന് പറഞ്ഞ സാധനം ഏതാ, ഇവര് ഡിവോഴ്സ് ആവുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച സാധനം നമുക്ക് കണ്ടുനോക്കാം. റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോൾ പൊന്നൂസിന്റെ ഒരു തംബ്ലെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു അന്നത്തെ ഒരു ഇതിൽ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറെ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പൊന്നൂസ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ രണ്ടു പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയുന്നുണ്ട് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരു വണ്ടി വാങ്ങല്ലല്ലോ, ഒറ്റ മ്യൂച്വലി എടുത്ത തീരുമാനമാണ്. എനിക്ക് നേരത്തെ പൊന്നുവിന്റെ തമ്മയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങളുടെ മെച്യൂരിറ്റി ലെവല് നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ട സമയമായി. ഒരു പ്രശ്നം വരുമ്പോഴത്തേനും അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി തെറ്റാണ്. ഇത് ഒന്നിലധികം എക്സ്പീരിയൻസുകൾ നിങ്ങൾക്കായി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ കുടുംബത്തിലും പ്രശ്നമില്ലാത്ത കുടുംബമുണ്ടോ? കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുമ്പോൾ ഒരു ഇമ്പമുണ്ട്, പക്ഷെ ശരിക്കും അങ്ങനെയൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേന് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ച് നമ്മൾക്ക് ആൾക്കാരിലേക്ക് ഉണ്ടാക്കി രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഇത് റീച്ച് ആക്കണം എന്ന ചിന്ത ചെയ്തിട്ടുണ്ടാവാം. രണ്ട്, സത്യസന്ധമായിട്ടുള്ള സാധനം ഉണ്ടാകാം. ഇവർക്കിടയിലുള്ള സ്നേഹം കൊണ്ട് ഇവർക്ക് പിരിഞ്ഞു പോകാൻ പറ്റാതെ വീണ്ടും ഒന്നിച്ചതാവാം. അങ്ങനെ ആവണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആവട്ടെ. നിങ്ങൾ ഇനി ഒരു പ്രശ്നങ്ങളില്ല, മുന്നോട്ട് പോട്ടെ. നമുക്ക് സുജിൻ പറഞ്ഞ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം. ഒരേപോലെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ അവള് തമ്മിലില്ല. ഇനിയിപ്പോ സ്കൂളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അവളിൽ നിന്ന് ഇനിയും ചിലപ്പോൾ ഒരുമിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടേക്കാം. ഓക്കെ, പക്ഷെ അതൊരിക്കലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അവളെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുക, പക്ഷെ അതൊരിക്കലും ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ശത്രുക്കളായിട്ടോ. ഇത് ഈ ഒരു പോയിന്റ് അന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതേ സാധനം പറഞ്ഞത്. അതെ, എങ്ങനെയാണ് നമ്മൾ ഒരു തരത്തി ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി നമ്മൾ വേർപിരിഞ്ഞു പോവാ. പക്ഷെ എന്നെ അവളെ നിങ്ങൾ സ്കൂളിലൊക്കെ വെച്ച് കണ്ടേക്കാം, ഞങ്ങൾ സംസാരിച്ചേക്കാം, അപ്പൊ നിങ്ങൾ കണ്ടേക്കാം, അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞങ്ങൾ വേർപിരിഞ്ഞു, നമ്മൾ പിരിയാനുള്ള പരിപാടിയാണ്. ഇതെനിക്ക് അന്നേ കല്ലടിച്ച സാധനമാണ്. ഈ സാധനം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ നേരത്തെ മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചാന്നൊക്കെ. അതേപോലെ തന്നെ സംഭവിച്ചു. അത് മുൻകൂർ ജാമ്യം എടുത്തതാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി ഈ ഒരു പോസ്റ്റിന്റെ താഴെ നമ്മുടെ ഈ നിത ഇട്ട പോസ്റ്റിന്റെ താഴെ വന്നൊരു കമന്റ് ഞാൻ വായിക്കാം. എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നാണ്. രണ്ടു പേർക്കും ഒരു സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം അത്രയുണ്ട്. രണ്ടുപേർക്കും ആ സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം അത്രയുമുണ്ട്. എന്നും സന്തോഷമായി ഇരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ എനിക്കും മനസ്സിലായതാണ്, നിങ്ങൾ ഈ ചെയ്ത സാധനം റീച്ചിന് വേണ്ടി ചെയ്ത ഫ്രോഡ് പരിപാടി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിരിയാൻ പറ്റൂല. യു ഹാവ് ദി ആത്മാർത്ഥമായ പ്രണയം ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഇമാതിരി പരിപാടികൾ ഇനി ഉണ്ടാക്കാതിരിക്കുക. ഇനിയും നിങ്ങൾക്കിടെ പ്രശ്നം ഉണ്ടാവും, തർക്കമുണ്ടോ? ഒരു തർക്കവും ഇല്ല. ഇനിയും നിങ്ങൾക്കിടെ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ഇത് ഓടി വന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുവോ, ഡൈവേഴ്സ് വേണ്ട, ഇവള് വേണ്ട, ഈ ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഫാമിലി എന്ന് പറയുന്നത് ഒരുപാട് പേരെ അഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ മക്കള്, ഇവരെല്ലാരും ചേർന്നിരിക്കുന്ന ഒരു സാധനമാണ് ഈ കുടുംബം എന്നുള്ളത്. നിങ്ങൾക്കത് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം.
ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പിരിഞ്ഞ് രണ്ടുപേർക്ക് പോകണം, അല്ല കടിച്ചു മുങ്ങി കിടക്കണമെന്ന് ഞാൻ പറയത്തില്ല. അത് നിങ്ങൾക്കുള്ളിലെ സ്നേഹം പോലെ ഇരിക്കും. ഒരു വിഷയം വരുമ്പോഴത്തേനും ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ഭയങ്കര പാടാണ്. ഈ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സ്മൂത്ത് ആയിട്ട് പൊക്കോളും. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോ നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടായി, അവൻ സംസാരിക്കട്ടെ, അവനല്ലേ പ്രശ്നം, അവള് സംസാരിക്കട്ടെ, അവളല്ലേ ഇറങ്ങിപ്പോയെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുക, സംഭവം പരിഹരിക്കുക. ഇതാണ് സംഭവം. പരിഹരിക്കാൻ പറ്റുമെങ്കിൽ, പരിഹരിക്കാൻ പറ്റത്തില്ല, അവളെ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൾ തലതെറിച്ചവള് സാധനമാണെങ്കിൽ കളഞ്ഞിട്ട് വേറെ പണി നോക്കുക ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കൊള്ളാം, ഇതൊരു നാടകമായിരിക്കത്തില്ലായിരിക്കും അല്ലേ, എനിക്കറിയാൻ പാടില്ല. എനിക്കിത് കണ്ടിട്ട് രണ്ടും ഫീൽ ചെയ്തു. ആദ്യം ഞാൻ ചിന്തിച്ചപ്പോൾ തന്നെ ഇതൊരു ഡ്രാമ ആയിരിക്കാന്ന് ഫീൽ ചെയ്തു. കാരണം പുള്ളിക്കാരൻ ആദ്യം മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോ ഒന്നിച്ച് കണ്ടേക്കാം, സംശയിക്കില്ല കേട്ടോ, ചിലപ്പോ ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും, ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ സാധനം എനിക്കൊരു മുൻകൂർ ജാമ്യം എടുത്ത് വെച്ച പോലെ തോന്നി. അന്നേ എല്ലാ ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹം ബിഗ് ബോസിലേക്ക് കളക്ട് ആയിട്ടുണ്ട്, അതിന് വേണ്ടി ഉണ്ടാക്കിയ കോൺട്രവേഴ്സി ആണ്. ഇപ്പോൾ ഒരു കിംവദന്തികൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്ക് ഇവര് തമ്മിൽ വീണ്ടും ആ പ്രശ്നം ആളിക്കത്തിച്ചു, പിന്നെ കുടുംബാംഗങ്ങൾ ചേർന്നിട്ട് സംസാരിച്ചെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറയുന്നു. അപ്പൊ ഇനി ഇദ്ദേഹത്തിലുള്ള ഇനിയും നിങ്ങളെ കുറിച്ചുള്ളത് വിശ്വസിക്കത്തില്ലോട്ടോ. എഗൈൻ വി ആർ പിരിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആക്റ്റീവ് ഇടുമെന്ന് മനസ്സിലാക്കുക. അതിന് കുഴപ്പമില്ല, ഒറ്റക്കാരുണ്ട്, വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട്, സെറ്റ് ചെയ്യും. അതായത് കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരു കുടുംബം പിരിയണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നാടകമാണെങ്കിലും റിയൽ ആണെങ്കിലും നിങ്ങൾ നന്നായിട്ട് മുമ്പോട്ട് പോട്ടെ. ഇത് കണ്ടിരിക്കുന്ന ജനങ്ങള് രണ്ട് കാര്യങ്ങൾ കമന്റ് ചെയ്താൽ കൊള്ളാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇത് മാത്രം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ സാധനം, ഇവര് ചെയ്ത സാധനം നിങ്ങൾക്കൊരു നാടകമായിട്ട് ഫീൽ ചെയ്തോ? നാടകമായിട്ട് ഫീൽ ചെയ്തില്ലേ? നാടകമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാടകം എന്ന് ടൈപ്പ് ചെയ്യുക, നാടകമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യസന്ധത എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് നോക്കാം. നിങ്ങളുടെ അനാലിസിസിലൂടെ അറിയാൻ എനിക്ക് സാധനമുണ്ട്. കാരണം എനിക്കൊരു 50-50 എനിക്ക് മനസ്സിലാവുന്നില്ല. ഉലകമഹാ നടികണ്ടായവരൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുക. അതിലും സുജിനും അവരും നന്നായിട്ട് മുമ്പോട്ട് പോട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ. മറ്റൊരു വീട്ടാണ്. ബൈ.